ഹായ്, ഞാൻ റഫീഖ് വടകര, അബുദാബിയിൽ നിന്ന് സംസാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്കെല്ലാം വേണമെങ്കിൽ ബെൽ ബട്ടൺ കൂടെ അമർത്തണം കേട്ടോ. ഞാനെന്ന് പറയുന്നത്, അതായത് നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് തീവ്രമാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ കൂടെ നിൽക്കുന്ന പൗലോ കൊലോ പറഞ്ഞതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ, അതായത് മാനിഫെസ്റ്റേഷൻ. ഞാൻ അതിന്റെ ഒരു കോഴ്സിന് പങ്കെടുത്തിട്ടായിരുന്നു മുമ്പ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നല്ലതുണ്ട്. എന്ന് വെച്ചാല് നമ്മൾക്ക് 1,00,000 ദിറംസോ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് 1,00,000 റുപ്പീസോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് 1,00,000 ദിറംസ് കിട്ടി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കിട്ടണം എന്നല്ല പറയേണ്ടത്. അതുപോലെ തന്നെ നമ്മൾക്ക് കടമുണ്ടെങ്കിൽ, എനിക്കൊരുപാട് കടമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവരോടും പറയരുത്. നമ്മളോട് തന്നെ പറയരുത്. കാരണം അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മൾക്ക് കിട്ടുമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യണോ, അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക്, അതായത് ഇങ്ങനെ പറഞ്ഞുള്ള പ്രശ്നം മണി വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, ബ്ലോക്ക് ആവും. അപ്പോ എന്ത് വേണം, എനിക്ക് മണി ബ്ലെസ്സിങ് ഉണ്ടെന്ന് പറയണം. മണി ബ്ലെസ്സിങ്. അതുപോലെ നമ്മളെ കയ്യിൽ ഒരുപാട് പണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണം വരണമെങ്കിൽ എന്താ പറയേണ്ടത്, മണി ഫ്രീഡം, ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നാണ് പറയേണ്ടത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബാഡായ സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ എപ്പോഴും ഇങ്ങനെ എടുത്തു പറയരുത്. അതെടുത്ത് പറയുമ്പോൾ അതെന്നെ വരുള്ളൂ. അതായത് ഇപ്പൊ എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത, അതായത് 75% ഇഷ്ടപ്പെടാത്ത 25% മാത്രം ഇഷ്ടമുള്ള ഒരു കാര്യം എന്റെ നാട്ടിൽ ഈടായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഞാനതിനെ പറ്റി മൈൻഡ് ചെയ്തില്ല. കാരണം നമ്മൾ അത് മൈൻഡ് ചെയ്താൽ അത് തന്നെയാണ് മൈൻഡ് ആവുള്ളൂ. പിന്നെ അതിലപ്പുറം എന്ത് ചെയ്യില്ല, നമുക്ക് പുരോഗമിക്കാൻ പറ്റില്ല. ഞാൻ ഈ കാര്യം എന്റെ വൈഫിനോട് പറയാറുണ്ട്, ഈ പണ്ട് കഴിഞ്ഞതും പടയച്ചത്തൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ എന്റെ അപ്പൂപ്പാക്കൽ ആനണ്ടാണെന്ന് പറഞ്ഞോടൊന്നും, അങ്ങനെ പറഞ്ഞു നടന്നോടൊന്നും യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്യണം, ഇപ്പൊ നമ്മൾ എന്താണ് അതിനെപ്പറ്റി ചിന്തിക്കുക, പഴയത് മറന്നേക്കുക. അത് ദൈവവിദ്യയാണ്. അപ്പൊ നമ്മൾ അതിന് പറഞ്ഞാല് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അതങ്ങനെ പറ്റില്ലായിരുന്നു എന്ന് ഞാനോ നിങ്ങളോ ആരും ചിന്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സോ, മീൻസ് പുതിയ വല്ല പ്രൊജക്റ്റോ, എന്തെങ്കിലും പുതിയ നമുക്കിപ്പോ പലതും ഉണ്ടാവില്ലേ, അല്ല പുതിയ വല്ല പഠിത്തമോ ഇൻ ഫ്യൂച്ചറിൽ ആരോടും പറയരുത്. നമ്മള് ബന്ധപ്പെട്ട ആള്, നമ്മളെ അച്ഛനമ്മ, പാപ്പമ്മ, ജ്യേഷ്ഠാഞ്ചൻ, മക്കളോടൊക്കെ ഓക്കെ, അല്ലാത്തവരാരോടും പറയരുത്. കാരണം എല്ലാവരും ഒരേപോലെയല്ല. ചിലപ്പോൾ നമ്മളോട് അവർ ഭയങ്കരമായിട്ട് ഉപദേശിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ, നിങ്ങൾക്ക് അതിലെ ഐഡിയ ഇല്ല, നിങ്ങൾക്ക് ജോലി മാത്രമേ പറ്റുള്ളൂ, നിങ്ങൾ ആൾക്കാർ പറ്റിക്കുന്നൊക്കെ പറയും. അത് ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കില്ല. ചിലപ്പോൾ നമ്മളാ ഭയങ്കര ഒരു സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറയും. ചിലർ പറയോ, നിങ്ങൾ നമ്മളോട് പറയാണ്ട് കാര്യങ്ങൾ ചെയ്യരുതേ, അതിനൊന്നും നടക്കൂല, നമ്മളോട് പറയണം. അപ്പോൾ അവരെ സംസാരം കേട്ടാൽ വിചാരിക്കും അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. ഒന്നും പറയില്ല. നമ്മൾ ചോദിക്കുന്നില്ല, കേൾക്കാനോ അല്ലെങ്കിൽ അറിയാനോ താല്പര്യവുമില്ല, അത് വേറെ കാര്യം. പക്ഷെ അവർക്ക് മറ്റുള്ളവരുടെ കാര്യം ചോദ്യം ചെയ്ത് നോക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പം എന്ത് ചെയ്യൂ, നമ്മൾ പറ്റിപ്പോ. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ട് പല സംഭവങ്ങൾ. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ കുറെ പേരോട് പറഞ്ഞ് പിന്നെ അതങ്ങനെ തന്നെ പോയി. എന്നാൽ പറയാതെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. അതുകൊണ്ടല്ലോ നമ്മൾ എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടികളുടെ പാട്ടോ അല്ലെങ്കിൽ വേറെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മാഷാല്ല എന്ന് പറയുന്നത്, മാഷാല്ലാക്ക് ഡബിൾ മീനിങ് ആണല്ലോ. അപ്പോ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മൈൻഡ് ചിലപ്പം വേറെ രൂപത്തിലായിരിക്കും. അപ്പൊ അത് കുട്ടിക്ക് ബാധിക്കും എന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോ നമ്മൾ ഒരു കാര്യവും
ആരോടും പറയാതെ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് എന്ന് പറയണം, മറ്റേതാണെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയണം. ഓക്കെ. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ പില്ലോ ടെക്നിക്കും അതുപോലെ തന്നെ വാട്ടർ ടെക്നിക്കൊക്കെ ഉണ്ട്. അതൊന്നും അത്രമാത്രം വർക്കൗട്ട് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. വർക്കൗട്ട് ആവുന്നവർ ഉണ്ടാവായിരിക്കും,